നമസ്കാരം. റേഡിയോ സുനോയിൽ നിന്നും RJ അപ്പുണ്ണി. അതിഥിയെ പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് ഈ വീഡിയോയിൽ ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ പോസ്റ്റർ, ഇത് ഖത്തറിൻ്റെ വികാരമാണ്. അതെ, സഫാരി ഹൈപ്പർ മാർക്കറ്റ്. നമസ്കാരം. ഷഹീൻ ബക്കർ, സഫാരി ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ MD ആണ് അദ്ദേഹം. റേഡിയോ സുനോയിലേക്ക് സ്വാഗതം. എൻ്റെ എളിയ വീഡിയോയിലേക്ക് സ്വാഗതം. താങ്ക് യു സോ മച്ച്. ഓക്കെ, ഇപ്പോൾ I am 20 ഖത്തറിൽ വളരെ സക്സസ്ഫുൾ ആയ ഒരു ക്യാമ്പയിനാണ്. ഓൺലൈൻ ആണെങ്കിലും ശരി, ഓൺലൈൻ ആണെങ്കിലും ശരി, ഡിജിറ്റൽ എല്ലായിടത്തും. ശരിക്കും ആ ഒരു ക്യാമ്പയിൻ വരുന്നത് സഫാരി മോളിൻ്റെ അല്ലെങ്കിൽ സഫാരി ഹൈപ്പർ മാർക്കറ്റിൻ്റെ 20ാം വാർഷികത്തോടനുബന്ധിച്ചാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു 20 വർഷത്തിൻ്റെ വിജയം എന്ന് പറയുമ്പോൾ അത് 20 വർഷത്തിൻ്റെ പരിശ്രമം കൂടിയാണ്. തീർച്ചയായിട്ടും. എങ്ങനെയാണ് ആ യാത്രയെ ഷഹീൻ നോക്കി കാണുന്നത്? ഞാൻ വളരെ ചെറുപ്പം മുതൽ ഈ റീറ്റെയിലുള്ളതാണ്. പ്രത്യേകിച്ച് സഫാരി ഹൈപ്പർ മാർക്കറ്റിന്റെ ഓപ്പണിംഗ് സമയത്ത് ഞാൻ ബാംഗ്ലൂരായിരുന്നു. ബട്ട് അവിടുന്ന് വന്ന് അത് ഓപ്പൺ ചെയ്യാനുണ്ടായിരുന്ന സമയം മുതൽ ഞാൻ ഇവിടെ ഉണ്ട്. ഒരു ടീം വർക്കും ഒരു ഭയങ്കര ഹാർഡ് വർക്കുമാണ് ഇത് ഇന്ന് ഈ നിലയിലെത്തിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ 20 ഇയേഴ്സിനെ നന്നായി സെലിബ്രേറ്റ് ചെയ്യണം, കസ്റ്റമറുടെ ഫീഡ്ബാക്ക് എടുക്കണം, എംപ്ലോയീസ് 20 ഇയേഴ്സ് ഉള്ള എംപ്ലോയീസിനെ റെക്കഗ്നൈസ് ചെയ്യണം. അതേപോലെ തന്നെ സപ്ലൈസ്, നമ്മൾ സപ്ലൈ റിലേഷൻഷിപ്പ് ഭയങ്കരമായിട്ട് ഫോക്കസ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ ഈ ഒരു ഏരിയയിൽ ആണ് നമ്മൾ അതിൽ വർക്ക് ചെയ്തത്. അപ്പോൾ ഹിസ്റ്റോറിക്കലി എല്ലാ വർഷവും കസ്റ്റമർക്ക് ഒരുപാട് പ്രൊമോഷൻസും ഒരുപാട് സർവീസുകളും കൊടുത്ത് അവരെ സാറ്റിസ്ഫൈ ചെയ്തിട്ട് തന്നെയാണ് ഈ ഒരു മേഖലയിലേക്ക് ഇത്രയും കാലത്തേക്ക് എത്തിയത്. സഫാരിയിൽ കാണുന്ന തൂണുകൾ പോലെ തന്നെ സഫാരിക്ക് 2 പില്ലേഴ്സ് ഉണ്ട്. അവരുടെ പേര് പറയാതെ ഈ ഒരു വീഡിയോയോ ഒന്നും പൂർത്തിയാവില്ല. തീർച്ചയായിട്ടും. അബൂബക്കർ സാറും സൈനലബ്ദീൻ സാറും അവർ തരുന്ന തരുന്നൊരു ധൈര്യം എന്താണ്? അവർ തരുന്ന ധൈര്യം വളരെ അധികമാണ്. അവര് വെച്ച ഒരു വഴിയിലൂടെയാണല്ലോ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതെ. അപ്പോൾ നമ്മൾ ഓരോ സമയത്തും നമ്മൾ എവിടെയെങ്കിലും സ്റ്റക്ക് ആവുമ്പോൾ അവരുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ അവർ വളരെ ഈസിലി അത് റിസോൾവ് ചെയ്യും. സൊല്യൂഷൻ എവിടെയെങ്കിലും ഒരു താഴ്ച, ഇപ്പോൾ സെയിൽ ഡ്രോപ്പ് ആവും, നമ്മൾ പോയി കഴിഞ്ഞാൽ ഷഹീൻ ഇന്ന ഭാഗത്ത് ഇങ്ങനെ ചെയ്യാം നമുക്ക് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ്. പിന്നെ ഓട്ടോണമി എന്ന് പറയുന്നത് വെച്ച് നീട്ടിയിരിക്കുകയാണ്. നിങ്ങൾ ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ട്. ഇപ്പം എവിടെയെങ്കിലും വരുമ്പോൾ അത് കുഴപ്പമില്ല. ഉപ്പ പ്രത്യേകിച്ച് അപ്പോൾ പുള്ളിയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പുള്ളി അതവർ ചെയ്തോട്ടെ, അവർ ചെയ്യും, അവിടെ വരുമ്പോൾ നമുക്ക് നോക്കാമല്ലോ. അപ്പോൾ ആ റിസ്ക് ആപ്പറ്റൈറ്റ് എടുക്കാനുള്ള ഒരു ധൈര്യം അത് പുള്ളി ഓൾറെഡി അവിടെ കാണിച്ചിട്ടുണ്ട്. അത് ഇന്നലെ ഞാൻ വന്നപ്പോൾ തുടങ്ങിയതല്ല. അത് നമ്മളെ ബൈയിങ് ടീമായാലും ഓപ്പറേഷൻസ് ആയാലും ഒരു കൺസ്ട്രക്ഷൻ ഏരിയ ആയാലും അതിൽ ഭയങ്കര വിഷനറിയാണ്. അപ്പോൾ അത് പുള്ളിയുടെ പാർട്ട്ണറായ സൈനലാബിദിനോടും പറഞ്ഞിട്ടുള്ളത് അങ്ങനെ തന്നെയാണ്. ഫ്രീഡം കൊടുക്കും, അവർ ചെയ്യട്ടെ. അപ്പോൾ 2019 കൂടി നമ്മൾ UAE സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയത്. അപ്പോൾ അതിനുശേഷം ഞാനും ടീമും ഇതിനെ ആ രീതിയിലാണ് മാനേജ് ചെയ്ത് കൊണ്ടുവന്നത്. അപ്പോൾ ആ ഓട്ടോണമി അന്ന് തന്നതുകൊണ്ട് നമുക്കത് ഈസിലി ഓപ്പറേറ്റ് ചെയ്യാൻ കഴിയും. തീർച്ചയായിട്ടും. പറഞ്ഞ പോലെ ഒരു ജനറേഷനിൽ നിന്ന് മറ്റൊരു ജനറേഷനെ ഏറ്റെടുക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. കൃത്യമായിട്ട് ഷഹീന്റെ എൻട്രി എപ്പോഴാണ്? ഞാൻ ആക്ച്വലി 2010 ഫുൾ ഫ്ലെഡ്ജിൽ വർക്ക് ചെയ്യാണ്. അതിന് മുമ്പ് ഞാൻ ഓൺ ആൻഡ് ഓഫ് ആയിരുന്നു. അപ്പോൾ ഞാൻ കോളേജിൽ പഠിക്കുമ്പോഴും സ്കൂളിൽ പഠിക്കുമ്പോഴും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബിസിനസ്സിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫുൾ ഫ്ലെഡ്ജിൽ 2010 വരുന്നു. അപ്പോൾ നമ്മൾ ഒരു ലേണിംഗ് കേവ് ആണ് 2000. ബട്ട് ഈ 2 പില്ലേഴ്സ് ഇരിക്കുമ്പോൾ നമുക്ക് അധികം പണിയൊന്നുമില്ല. അപ്പോൾ കോവിഡാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓപ്പർച്യൂണിറ്റി വെച്ച് നീട്ടുന്നത്. അപ്പോൾ ആക്ച്വലി പലർക്കും കോവിഡ് പ്രോബ്ലം ആണെങ്കിലും എനിക്ക് കോവിഡ് ബ്ലെസ്സിങ് ആണ്. അതെങ്ങനെയെന്ന് വെച്ചാൽ കോവിഡ് സമയത്ത് ഈ 60 എബോ വരുന്ന ആൾക്കാർക്കൊന്നും ഓഫീസിൽ വരാൻ കഴിയില്ല. ചില മാനേജേഴ്സൊക്കെ ഈ വർക്ക് ഫ്രം ഹോം കംഫർട്ടിലേക്ക് പോകേണ്ടി വന്നു. അപ്പോൾ ആരെങ്കിലും ഒരാൾ ഇതിലേക്ക് സ്റ്റെപ്പ് ചെയ്യണമല്ലോ. അപ്പോഴാണ് ഈ ടോയ്ലറ്റ് പേപ്പേഴ്സും മാഗി നൂഡിൽസും ഒക്കെ ഈ ഹൗസ് ഹോൾഡിലേക്ക് എത്തുക. Then I took charge. So
ശരിക്കും പറഞ്ഞാൽ എനിക്ക് കോവിഡ് പിടിപെട്ടിട്ടില്ല. അതുകൂടാണ്ട് ഞാൻ എപ്പോഴും ഓഫീസിൽ പോയിട്ടുണ്ട്. എനിക്ക് കോവിഡ് പിടിപെട്ടില്ലെങ്കിലും സ്ട്രെസ് ബേസ് ചെയ്തിട്ടുള്ള പല ഇഷ്യൂസും വന്നെങ്കിലും കോവിഡ് പിടിപെട്ടിട്ടില്ല. ബട്ട് ഈ ഒരു സമയമാണ് എന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവന് പണി അറിയാം എന്ന് പറയുന്ന മോൾഡ് ചെയ്യപ്പെട്ടു എന്ന് തിരിച്ചറിവുണ്ടാവും. ബട്ട് ലാസ്റ്റ് 2010 മുതൽ ഞാൻ പഠിച്ചു വരുമായിരുന്നു. അപ്പൊ അന്ന് ബിൽഡ് ചെയ്ത ടീം എനിക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ കഴിഞ്ഞു. 5 പില്ലേഴ്സ് ആക്ച്വലി അവിടുന്ന് വാനിഷ് ആയിരുന്നു ഈ കോവിഡ് കാരണം. അവരൊക്കെ ഏജ്ഡ് ആണ്. ആ സമയം മുതലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഐ കുഡ് പെർഫോം എന്ന് പറഞ്ഞത്. അപ്പോൾ അതാണ് ഒരു ബ്രേക്കിംഗ് പോയിന്റ്. അവിടെ നിന്ന് ഇതുപോലെ ഞാൻ ചെയ്യുന്നു, ഒരു എൻട്രിയിലേക്ക് വരുന്നു എന്നുള്ളത്. ഇപ്പൊ നമ്മള് ബാക്കി ബിസിനസ് മേഖലയിലേക്കുള്ള ചോദ്യങ്ങളും കാര്യങ്ങളും ചർച്ചകളും ഒക്കെ ഉണ്ട്, അതിലേക്ക് വരാം. പക്ഷെ അതിനു മുമ്പായിട്ട് സഫാരി എന്ന് പറഞ്ഞാൽ ഒരു വികാരമാണ്. സഫാരി മോൾ, പ്രത്യേകിച്ച് അബൂഹമ്മൂറിലെ സഫാരി, എനിക്ക് അതിനെപ്പറ്റിയാണ് എനിക്ക് എടുത്ത് പറയാൻ പറ്റുക. അതൊരു ഹാപ്പനിങ് പ്ലേസ് ആണ്. അവിടുത്തെ ഒരു ഫുഡ് കോർട്ട് ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്. അവിടെ മീറ്റിങ്ങുകൾ, ഒഫീഷ്യൽ ഡിസിഷനുകൾ എടുക്കുന്നത് കാണാം, നല്ല നല്ല സൗഹൃദങ്ങൾ കാണാം, ഒത്തുചേരലുകൾ, ഫാമിലി മീറ്റപ്പ് എല്ലാം നടക്കുന്നുണ്ട്. അതിനെ നിലനിർത്താൻ വേണ്ടിയിട്ട് എന്താണ് സഫാരി ഈ വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്? അതിനെ ഒരു ഹാപ്പനിങ് പ്ലേസ് ആക്കി മാറ്റാൻ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? അതിന്റെ മന്ത്രം ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ചോദ്യം ഒരു കസ്റ്റമറോട് ചോദിക്കുകയാണ് കൂടുതൽ നല്ലതെന്ന് തോന്നുന്നു. ബിക്കോസ് കസ്റ്റമർ ബേസിക്കലി സഫാരിയിൽ ട്രസ്റ്റഡ് ആണ്. നല്ല പ്രൊമോഷൻസ് കൊടുക്കുന്നു, കസ്റ്റമർ വരുന്നു, അത് ചുറ്റുഭാഗത്തുള്ള എല്ലാ ഔട്ട്ലെറ്റുകളിലും നല്ല ഫുഡും നല്ല സംഭവങ്ങളും കിട്ടുന്നു. അപ്പോൾ ചായ ആണെങ്കിൽ നല്ല ചായ കിട്ടും, മറ്റു എല്ലാ ഭക്ഷണങ്ങളും ഒരു മലയാളിക്ക് വേണ്ടിയത് അവിടെ കിട്ടും, അല്ലെങ്കിൽ നോൺ മലയാളീസിനും കിട്ടും. ഞാൻ കേട്ടിട്ടുണ്ട് അവിടെ മില്യൺസിന്റെ, അപ്പുണ്ണി പറഞ്ഞ പോലെ മില്യൺസിന്റെ ട്രാൻസാക്ഷൻസ് ആ ടേബിളുകളിൽ നടക്കുന്നുണ്ട് എന്ന്. പിന്നെ അപ്പുണ്ണിയായിട്ടും നമ്മളായിട്ടും അവിടെ വന്ന് കൊണ്ടുവരുന്ന ഓരോ ഈവെന്റ്സും ഓരോ സെലിബ്രിറ്റീസും ഇതൊക്കെ ആഡ് ഓൺ തന്നെയാണ്. പുതിയ കോൺസെപ്റ്റുകൾ ആക്ച്വലി ഞാൻ പലതും ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. കാരണം അതിനെ ആ ഒരു ഏരിയനെ ലൈവ്ലി നിർത്തുക, അത് എന്നും നിർത്തുക. അതിന് ഒരു പുതിയ കോൺസെപ്റ്റ് റെഡ് ആൻഡ് ബ്ലൂ എന്ന് പറഞ്ഞ ഒരു പ്രൊജക്ട് വരെ ഇപ്പൊ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത് പൈപ്പ് ലൈനിലാണ്. അതിന്റെ ബാക്കിൽ പുറകിൽ പല ആൾക്കാരും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ അപ്പൊ അത് ലൈവ് ആക്കുക. പിന്നെ ആൾക്കാർ ഭയങ്കര ഹാപ്പിയാണ്, അവിടെ ഹാപ്പിയാണ്. അത് ഞങ്ങൾക്കറിയാം. നമ്മളൊരു അപ്പുണ്ണി പറഞ്ഞ സ്ഥിതിക്ക് ശരിക്കും ആക്ച്വലി വേണമെങ്കിൽ ഒരു സർവേ നടത്തി നോക്കേണ്ടി വരും, എന്തുകൊണ്ട് സഫാരിയിൽ വരുന്നു. ഒരു തമാശ പറയുകയാണെങ്കിൽ നമ്മൾ 1 മില്യൺ പറഞ്ഞില്ലേ, നിങ്ങൾ സഫാരിയിൽ ചെയ്യുന്നതിനായിട്ട് കൂടുതൽ കച്ചവടം അവിടെ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞ സ്റ്റോറീസ് ഉണ്ട്. തീർച്ചയായിട്ടും. കാരണം പല ഡിസിഷനുകൾ അവിടെ വെച്ചെടുക്കുന്നത്, അവിടെയാണ് ഈ മില്യൺസിന്റെ പറയുന്നു എന്നുള്ളത്. തീർച്ചയായിട്ടും ഈ പറഞ്ഞതുപോലെ തന്നെ മാറ്റങ്ങൾ അനിവാര്യമാണ്. നമുക്കറിയാം സഫാരിയിൽ 20 വർഷത്തോളമായിട്ടുള്ള അല്ലെങ്കിൽ ജീവനക്കാരും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഷഹീനെ പോലെയുള്ള ഒരാളുടെ പുതിയ ആളുടെ എൻട്രി അല്ലെങ്കിൽ ഷഹീന്റെ മാറ്റങ്ങൾ ഷഹീൻ അതിനെ എങ്ങനെയാണ് ടീം ഉൾക്കൊള്ളുന്നത്, എങ്ങനെയാണ് അവരെ കൺവിൻസ് ചെയ്യിപ്പിക്കുന്നത്, എങ്ങനെയാണ്? അപ്പോൾ അത് ഒരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് സ്റ്റോറിയാണ്, നല്ലൊരു ചോദ്യമാണ്. ചേഞ്ച് മാനേജ്മെന്റും കണ്ടിന്യൂസ് ചേഞ്ചും, ഇതാണ് അപ്പുണ്ണി ചോദിച്ചത്. അപ്പോൾ ഞാൻ ഒരു സ്റ്റോറി പറയാം. ഞാൻ കേട്ട സ്റ്റോറിയാണ്. എനിക്ക് ആ പറഞ്ഞ ആളെ പേര് അറിയാൻ അറിയില്ല. പുള്ളി എക്സ് മഹേന്ദ്രയാണ്. പുള്ളി പറഞ്ഞത് വെച്ചാൽ ആഫ്രിക്കയിൽ ആനകളുണ്ട്, എലിഫന്റ് പോപ്പുലേഷൻ കൂടി. അപ്പോൾ ഗവൺമെന്റ് ഡിസൈഡ് ചെയ്തു നമുക്ക് ഈ എലിഫന്റ്സിനെ കോച്ച് ചെയ്യാം, കാരണം നമ്പർ ഓഫ് എലിഫന്റ്സ് കൂടി. അപ്പോൾ പെട്ടെന്ന് തന്നെ തീരുമാനിച്ചു ഈ പഴയ ഓൾഡർ എലിഫന്റ്സിനെ അങ്ങ് കൊന്നുകളയാം. അപ്പൊ നേരെ പോയി അവർ അതിനോട് കൊന്നുകളഞ്ഞു. അപ്പൊ ആകെ പ്രശ്നമായി. അപ്പോൾ എങ്ങനെ പ്രശ്നമായത്? ആരാണ് ലീഡർ ഇവിടെ എന്നുള്ള ഫൈറ്റായി. ഇപ്പോൾ ചെറിയ യങ് പോപ്പുലേഷൻ ആണ്, ആ ഫൈറ്റ് വരാൻ തുടങ്ങി. അത് കഴിഞ്ഞപ്പോൾ പിന്നെ വരൾച്ച വരാൻ തുടങ്ങിയപ്പോൾ വെള്ളം വേണം. അത് ഈ ഓൾഡർ എലിഫന്റ്സിനെ അറിയും എവിടെയാണ് വെള്ളം കിട്ടുക എന്നുള്ളത്. ഈ സെയിം സ്റ്റോറിയാണ് ഞാൻ എന്നെ മോഡൽ ചെയ്യാൻ ഉപയോഗിച്ചത്. ഈ സ്റ്റോറി എങ്ങനെ മോഡൽ ചെയ്യുന്നു? എൻ്റെ ഓൾഡർ സ്റ്റാഫും സീനിയർ സ്റ്റാഫും ന്യൂ ജനറേഷനും എനിക്ക് നിർബന്ധമാണ്. ഇപ്പം ഞാനൊരു ഷോപ്പ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ, ഞാൻ ഒരുപാട് ഷോപ്പുകൾ ഔട്ട്ലെറ്റുകൾ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അത് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ആർക്കാണ് അറിയുക? അതിൻ്റെ അറിവ് അതിൻ്റെ ഓൾഡർ ജനറേഷൻ അറിയുള്ളൂ. എൻ്റെ ഫാദറിൻ്റെ കൂടെയും ജൈലാബിൻ സാറിൻ്റെ കൂടെയും വർക്ക് ചെയ്ത ആൾക്കാർക്കേ അറിയുള്ളൂ. അപ്പോൾ അവരെ ഞാൻ ട്രസ്റ്റ് ചെയ്യണം, അവരെ ഞാൻ കൺസിഡർ ചെയ്യണം.
അതെ. ഇപ്പൊ യങ് ജനറേഷൻസ് ആണ് ഇവരൊന്നും ചെയ്യാൻ സമ്മതിക്കുന്നില്ല എന്ന് പറയുന്ന യങ് ജനറേഷനും നമ്മൾ കൂടെ, അപ്പൊ ഇവരെ ഹാൻഡ് ഹോൾഡ് ചെയ്യലാണ് ഒരു സംഭവം. അത് എനിക്ക് നന്നായി ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് ഒരു പരിധി വരെ. അതുകൊണ്ടാണ് ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ എനിക്ക് സാധിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ മാറ്റങ്ങൾ വരുന്ന സമയത്ത് തന്നെയാണ് ടെക്നോളജിയിലെ മാറ്റങ്ങൾ. തീർച്ചയായിട്ടും സഫാരിയുടെ ഒരു മാർക്കറ്റിംഗ്, എനിക്ക് സഫാരിയുടെ ടീമിനെ മാർക്കറ്റിംഗ് എന്നല്ല ക്രിയേറ്റീവ് എന്ന് വിളിക്കാനാണ് കൂടുതൽ ഇഷ്ടം. അത് മാർക്കറ്റ് ചെയ്യുന്നവരെ ക്രിയേറ്റീവ് എന്ന് വിളിക്കാനാണ് കൂടുതൽ ഇഷ്ടം. അപ്പോൾ തീർച്ചയായിട്ടും ആ ക്രിയേറ്റിവിറ്റി AI പോലെയുള്ള ടൂളുകളെയൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ഓപ്പറേഷൻസിൽ എങ്ങനെയാണ് സഫാരി ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് AI-നെയൊക്കെ പ്രയോജനപ്പെടുത്തുന്നത് എങ്ങനെയാണ്? കാരണം ഷഹീൻ അതിനെക്കുറിച്ച് പലപ്പോഴും സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ അപ്പുണ്ണി നേരത്തെ ചോദിച്ച ഒരു ചോദ്യത്തിലേക്ക് ആഡ് ഓൺ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് തോന്നുന്നു ഞാൻ ഒരു രാജ്യം പോലെയാണ് സഫാരിയെ കാണുന്നത്. അപ്പോൾ നമ്മുടെ നാട്ടിൽ പല പ്രൊജക്റ്റുകളും നമ്മളെ ഗവൺമെന്റ് ചെയ്യുന്നത് പോലെ എനിക്ക് ഒരുപാട് പ്രൊജക്റ്റുകളുണ്ട്. ഇപ്പോൾ തമാശയിൽ പറഞ്ഞ പ്രൊജക്ട് നോക്കിയ എന്നൊക്കെ പറയും, പ്രൊജക്ട് ആപ്പിൾ എന്ന് പറയും. അപ്പോൾ ഇങ്ങനത്തെ പ്രൊജക്റ്റുകളെ നമ്മൾ അനൗൺസ് ചെയ്യുകയും അതിൻ്റെ ബാക്കിൽ കണ്ടിന്യൂസ് വർക്ക് ചെയ്തിട്ട് ആ ഷിഫ്റ്റ് ഡെവലപ്പ് ചെയ്യുക. അപ്പോൾ പണ്ട് നമുക്ക് മെഷറിംഗ് ടൂൾസ് ഒന്നും ആരും ചെക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഇങ്ങനത്തെ ഓരോ പ്രോസസ്സുകൾ ബിൽഡ് ചെയ്തിട്ട് അതിലേക്ക് എല്ലാവരെയും ഫോക്കസ് ചെയ്യിക്കുക. അതിന് ടെക്നോളജികൾ ഉപയോഗിക്കാം. അതിന് ഇപ്പോൾ AI ടൂൾ വരികയാണെങ്കിൽ AI ടൂൾ ഉപയോഗിക്കാം. അപ്പോൾ ലാസ്റ്റ് നമ്മളൊരു അനലിറ്റിക്കൽ ഒരു കൊച്ചി ബേസ്ഡ് ഒരു അനലിറ്റിക്കൽ കമ്പനിയായിട്ട് നമ്മൾ അസോസിയേറ്റ് ചെയ്ത് ഓൾമോസ്റ്റ് 4-5 വർഷമായി. അപ്പോൾ ആരും ചെയ്യാത്ത മൈനിങ് ചെയ്യുക, ഡാറ്റ എങ്ങനെ നോക്കുക എന്നുള്ളത് ഇപ്പോൾ വരുന്ന ടെക്നോളജി പ്രകാരം AI വെച്ചിട്ട് നമുക്ക് വാട്സപ്പിൽ ചോദിച്ചാൽ കിട്ടും. അതെ, ഇത്രയും BI തലപുണ്ണാക്കിയിട്ട് വർക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊന്നുമില്ല. വളരെ സിമ്പിളായിട്ട് ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ AI നമുക്ക് ഉത്തരം തരും. അങ്ങനത്തെ സമയമായി തുടങ്ങി. അപ്പം അതിലേക്ക് നമ്മൾ ഒരു സ്റ്റെപ്പ് എടുത്ത് വെച്ചു. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കോയമ്പത്തൂർ പോയപ്പോൾ ഒരാളെ പരിചയപ്പെട്ടു. അപ്പോൾ അവർ നമുക്ക് ഐ ഓപ്പണിങ് സംഭവങ്ങളായിരുന്നു നമുക്ക് ഷോക്കേസ് ചെയ്തത്. അങ്ങനെ ഓട്ടോമേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കുറച്ച് മുമ്പേ എൻ്റെ സെക്രട്ടറിയാണ് എൻ്റെ AI എന്ന് പറയും ഞാൻ, തമാശ രീതിയിൽ. അപ്പോൾ പണ്ട് ഫയലുകളായിരുന്നു ഓഫീസിൽ മൂവ് ചെയ്തിരുന്നെങ്കിൽ ഇതൊന്ന് ഫുൾ ടെക്നോളജിയാണ്. ഒരു ഇത്രയും സ്റ്റാഫ് ട്രാവൽ ചെയ്യണമെങ്കിൽ നമ്മളൊരു ക്ലിക്ക് ഓഫ് ബട്ടണിലാണ് ഇപ്പം നടക്കുന്നത്. അതുപോലെ നമ്മൾ ഒരു ടെക്നോളജിയിൽ കൊണ്ടുവന്നത് ഊബർ മോഡൽ ട്രാൻസ്പോർട്ട് സിസ്റ്റം കൊണ്ടുവന്നു. അപ്പോൾ ഒരു സ്റ്റാഫ് ഒരു ഡിപ്പാർട്ട്മെന്റ്, ആ ഡ്രൈവിംഗ് ഡിപ്പാർട്ട്മെന്റ് ഹെഡിനെ പോയി അല്ലെങ്കിൽ അവിടുത്തെ ആൾക്കാരെ പോയി റിക്വസ്റ്റ് ചെയ്യുന്നതിന് വേണ്ട. നമ്മൾ ഓൺലൈനിൽ ഊബർ മോഡല് നമ്മൾ സഫാരിയുടെ ഇൻഹൗസിൽ ഒരു ആപ്പിൽ ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ പപ്പുണ്ണി നമ്മുടെ സ്റ്റാഫ് ആണെങ്കിൽ നാളെ ആ ഇന്ന സമയത്ത് വണ്ടി വരെ താഴത്ത് പോയി നിന്നാൽ മതി. ഇതാണ് ഒരു ടെക്നോളജിക്കൽ ചേഞ്ചസ് വരുന്നത്. അപ്പോൾ ഈ AI ഞാൻ നേരത്തെ പറഞ്ഞതിലേക്ക് വരികയാണെങ്കിൽ, ഇപ്പോൾ എൻ്റെ സെക്രട്ടറിയാണ് ഒരു ലീവ് അപ്രൂവ് എങ്കിൽ റെസിഗ്നേഷൻ ഒഴികെ ബാക്കി എല്ലാ സംഭവവും ഓട്ടോമാറ്റിക്കലി പോവാം. ഇപ്പോൾ 30 days 2 months ലീവുള്ള ഏത് സ്റ്റാഫിന്റെയും പാരാമീറ്റേഴ്സ് ഒക്കെ കറക്റ്റ് ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി അപ്രൂവ് ആക്കാം. അതാണ് നമ്മൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ AI എന്ന് വിളിക്കാൻ പറ്റില്ല, അത് ഓട്ടോമേഷൻ എന്നേ വിളിക്കാൻ പറ്റും. പക്ഷെ അങ്ങനത്തെ ടെക്നോളജിയിലേക്ക് നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് കൊണ്ടുവരിക. തീർച്ചയായിട്ടും ഒരു നെറ്റ്വർക്ക് ആവുക എന്നുള്ളത് അല്ലെങ്കിൽ ഒരു ശൃംഖലയാവുക എന്നുള്ളത് വലിയൊരു കാര്യമാണ്. കറക്റ്റ്. ശരിക്കും പറയുകയാണെങ്കിൽ സമാനമായിട്ട് നോക്കുകയാണെങ്കിൽ തന്നെ സമാനമായ ബിസിനസ് ചെയ്യുന്ന ആളുകളിലെല്ലാം തന്നെ മലയാളി സാന്നിധ്യമുണ്ട്. എന്താണ് ഈ മലയാളിയുടെ വിജയക്കൂട്ട്? ഷഹീൻ എങ്ങനെയാണ് അത് നോക്കി കണ്ടിട്ടുള്ളത്? അതൊരു അഗെയിൻ ബ്യൂട്ടിഫുൾ ക്വസ്റ്റ്യൻ ആണ്. അതെങ്ങനെ ഞാൻ കാണുന്നത്, എന്നോട് ഇതേപോലെ ഒരു സ്റ്റോറി പറഞ്ഞ ഒരാളുണ്ട്. ഷഹീൻ, പണ്ട് ഞങ്ങൾ വന്നപ്പോൾ ഇവിടെ ഇറാനികളായിരുന്നു സൂപ്പർ മാർക്കറ്റ് നടത്തിയിരുന്നത്. അപ്പോൾ ഇറാനികള് ഷോപ്പിൽ കസ്റ്റമർ വരിക, സാധനം എടുത്തിട്ട് പോവുക, ഇതായിരുന്നു അവരുടെ ഒരു മെത്തഡോളജി എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ആൾക്കാരുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ആരാ താമസിക്കുന്നത് അവിടേക്ക് കൊണ്ടുപോയി ഡെലിവറി ചെയ്യും. അതൊരു ഭയങ്കര എഫേർട്ടുള്ള പണിയാണ്. അപ്പോൾ ആ ഹാർഡ് വർക്കിലേക്ക് അവരെപ്പോഴും ഫോക്കസ് ചെയ്തിരുന്നു. അപ്പോൾ അവർ വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കും. അപ്പോൾ മറ്റുള്ളവരുടെ കച്ചവടം കുറഞ്ഞു. ഈ ഹാർഡ് വർക്ക് അവരെല്ലാത്തിലും കാണിച്ചു. അപ്പോൾ ഈ മാർക്കറ്റിൽ നിന്ന് ആ പറയുന്ന നാഷണാലിറ്റികൾ വൈപ്പ് ഔട്ടായി. അപ്പോൾ സൂപ്പർ മാർക്കറ്റ് റൺ ചെയ്യുന്നത് മലയാളികളാണ്. അപ്പോൾ അവർക്ക് ഇപ്പോൾ അതിൻ്റെ
എല്ലാ നുവാൻസസും അറിയാം. പിന്നെ ഒരു സാധനം കിട്ടിയാൽ മതി, അവർ നന്നായി പഠിക്കും, അതിന്റെ എല്ലാ ഭാഗത്തും എത്തും. ഈവൻ ചിലപ്പോൾ അവർക്ക് വലിയ കൺസൾട്ടൻസ് ഒന്നും ഉണ്ടാവില്ല, പക്ഷെ അവരതിന്മേൽ തറവായിട്ട് പഠിക്കും. അങ്ങനെയാണ് ആ പഠനമാണ് അതിനെ അത്രയും നിലയിലേക്ക് എത്തിക്കുന്നത്. അത് എവിടെ പോയാലും അവർ ചെയ്യുന്നുണ്ട്. മറ്റൊരു ചോദ്യം, ഇപ്പം ഞാൻ പലപ്പോഴൊക്കെ വീഡിയോകളിൽ കണ്ടതാണ്, അതായത് ഷോപ്പിങ്ങിൻ്റെ ഒരു രീതി മാറുന്നത് എന്നുള്ളതാണ്. കൺവീനിയൻസ് സ്റ്റോറുകളെ കുറിച്ച് പറയുന്നു. അതുപോലെ തന്നെ ഡിജിറ്റൽ സെല്ലിംഗ് ആണെങ്കിൽ തന്നെയെങ്കിലും നമ്മളൊരു വീഡിയോ വാളിലേക്ക് മാത്രം പോയിട്ട് അവിടെ ടച്ച് ചെയ്യുമ്പോൾ നമ്മുടെ വീട്ടിലേക്ക് സാധനങ്ങൾ വരുന്നു. അത്തരത്തിലുള്ള മാറ്റങ്ങളിലേക്കൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അതിനെയൊക്കെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അതിനൊക്കെ ഒരു ഫോർകാസ്റ്റ് കണ്ടിട്ടുണ്ടോ? അതാണ് നെക്സ്റ്റ് ഫ്യൂച്ചർ. ഞാനും കാണുന്നത് അത് തന്നെയാണ് ലോകത്ത് ഇപ്പോൾ എല്ലായിടത്തും നടന്നുകൊണ്ടിരിക്കുന്നത്. അതെ. ഖത്തറിൽ വ്യത്യസ്തമായിട്ട് വരുന്നത്, ഖത്തറിൽ ഈസിനെസ് ആണ് മൂവ് ചെയ്യാൻ. പിന്നെ ഖത്തറിൽ ഒരു പരിധി കഴിഞ്ഞാൽ ഈ വെതറിൽ പുറത്ത് പോയിട്ട് ഔട്ട്ഡോറിൽ പോകാൻ ഒരു എന്റർടൈൻമെന്റ് ഇല്ല. അപ്പോൾ ഖത്തർ ഒരു ബ്ലെസ്സിംഗ് ആണ് ഞങ്ങളെപ്പോലുള്ള ആൾക്കാർ. ബട്ട് സ്റ്റിൽ മാർക്കറ്റ് ഷെയർ ഒരുപാട് ഇൻക്രീസ് ചെയ്യുന്നു. പണ്ട് 70% എയർലൈൻ ഇൻഡസ്ട്രിയാണ് ഓൺലൈൻ പ്ലാറ്റ്ഫോം എടുത്തിരുന്നെങ്കിൽ അത് മാറിയിട്ട് ഇപ്പോൾ 50-50 വന്നിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ആ ഡാറ്റ കറക്റ്റ് അല്ല. ബട്ട് അപ്പോൾ എങ്ങനെ പോയാലും ഒരു ചൈനീസ് ബ്രാൻഡ് തന്നെ ചൈനയിൽ നിന്ന് ഫുൾ ഇങ്ങോട്ട് ഈസിലി ഡെലിവറി ചെയ്ത് കൊടുക്കണം. അപ്പോൾ ആൾക്കാർക്ക് ബൈ ക്ലിക്ക് ഓഫ് എ ബട്ടൺ വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഹാപ്പിയാണ്. അത് തന്നെയാണ് ഫ്യൂച്ചർ. അപ്പോൾ നൈബർഹുഡ് സ്റ്റോർസ് ഉണ്ടാകും, ബട്ട് അതിന്റെ പുറമെ ഈ ഒരു ടെക്നോളജി ഉണ്ടാവും റൺ ചെയ്തു. അത് ഒരു നല്ല മാർക്കറ്റ് ഷെയർ എടുക്കും. അത് എത്രയെന്ന് എനിക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല. എത്ര നാളുകൊണ്ടാണ് ഷഹീൻ അതിനെ നോക്കി കാണുന്നത്? അപ്പോൾ ഞാൻ ആക്ച്വലി കോവിഡിന് മുമ്പേ അത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഇവിടെ ചില ബ്രാൻഡുകൾ ചില ഡെലിവറി ആപ്പിലൂടെ ഡെലിവറി ചെയ്യാൻ തുടങ്ങിയ മുതൽ ഞാൻ ആ ഡിസ്കഷൻ തുടങ്ങിയിരുന്നു. അതിന് എത്രയോ മുമ്പേ ഓൺലൈൻ നമ്മളൊരു പാഷനായിരുന്നു. പക്ഷെ കോസ്റ്റും മാർക്കറ്റ് എഡ്യൂക്കേഷനും അതൊരു വലിയ ചലഞ്ചാണല്ലോ. അപ്പോൾ ബട്ട് കോവിഡ് മറ്റൊരു സംഭവമാണ് കൊണ്ടുവന്നത് മാർക്കറ്റിൽ. അത് കോവിഡ് ഓട്ടോമാറ്റിക്കലി ജനങ്ങളെ എഡ്യൂക്കേറ്റ് ചെയ്തു. ഇപ്പൊ ഞാൻ കോവിഡിന് മുമ്പ് സൂം കൊണ്ടുവന്ന ആളാണ്. അന്ന് എന്റെ ടീമിനോട്, കാരണം കോസ്റ്റ് കുറക്കല്ലോ നമ്മൾ അൽക്കൂറിലെ ബ്രാഞ്ചിലേക്ക് പോകണമെങ്കിൽ. അപ്പോൾ ആരും അത് അക്സെപ്റ്റ് ചെയ്തില്ല. പക്ഷെ വളരെ സിമ്പിൾ ആയിരുന്നു. കോവിഡ് വന്നപ്പോൾ ഞാൻ സൂം ലൈസൻസ് ആദ്യം എടുത്തു, എന്നിട്ട് ടക്ക് എന്ന് പറഞ്ഞിട്ട് അത് ഇംപ്ലിമെന്റ് ചെയ്തു. അപ്പോൾ എല്ലാവരും ഒന്നും അറിയാത്ത എല്ലാ സ്റ്റാഫും സൂമിന്റെ അൺമ്യൂട്ട് ബട്ടണും ബ്രേക്ക്ഔട്ട് റൂമും എല്ലാം പഠിച്ചു. ഞങ്ങൾ 200 വെബ് ക്യാംസ് ഓർഡർ ചെയ്തു. നമുക്ക് 200 വെബ് ക്യാംസിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. 200 വെബ് ക്യാംസ് ഓർഡർ ചെയ്തു. എല്ലാവരുടെയും സിസ്റ്റത്തിൽ കൊടുത്തു. ഷോപ്പ് വിസിറ്റും ഡെയിലി വിസിറ്റ്, വീക്കിലി വിസിറ്റ് എന്നൊക്കെ പറയുന്ന കോൺസെപ്റ്റുകൾ നമ്മൾ അങ്ങോട്ട് ഫുൾ ഫ്ലെഡ്ജിൽ ഓൺലൈനിലാക്കി. അപ്പോൾ ഓൺലൈൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻറ്റ് ഘടകമാണ്. ആൻഡ് ഇറ്റ് ഈസ് അമേസിംഗ്. ഇറ്റ് വിൽ ബി ദെയർ ഇൻ ദ മാർക്കറ്റ്. ഇറ്റ് വിൽ കോങ്കർ ദ മാർക്കറ്റ് ആൻഡ് ഇറ്റ് ഹാസ് സീൻ. അത് ഓൾറെഡി കണ്ടിട്ടുണ്ട്. അതിന് എക്സാമ്പിൾ ആക്ച്വലി ആമസോൺ പോലത്തെ ബ്രാൻഡ് UK ചെയ്തതിൻ്റെ കേസ് സ്റ്റഡീസ് ഭയങ്കര സംഭവമാണ്. അപ്പോൾ അതാണ് ഇമ്പോർട്ടൻറ്റ് സാധനമാണ്. അതിലേക്ക് പോകണം. എന്തായാലും പോകും. ഞങ്ങൾ ഓൾറെഡി അതിലുണ്ട്. അതിലെന്തായാലും മെയിൻറ്റെയിൻ ചെയ്ത് ഇമ്പ്രൂവ് ചെയ്യാൻ നമ്മൾ ട്രൈ ചെയ്തു. വർക്ക് ചെയ്യും. ഈ മാർക്കറ്റിൽ ഇപ്പോഴും ഉണ്ട്. പക്ഷെ സൂപ്പർ മാർക്കറ്റിലൊക്കെ വളരെ കുറച്ചേ എടുക്കുന്നുള്ളൂ. പക്ഷെ എന്നാലും നമ്മൾ കസ്റ്റമറായിട്ട് അവരുടെ സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ട് നമ്മളതിൽ പ്ലാറ്റ്ഫോമിലുണ്ട്. സ്പെഷ്യൽ പ്രൊമോഷൻസ് ഒക്കെ വരുമ്പോൾ നല്ല ഹിറ്റ് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ കസ്റ്റമർക്ക് ഒന്നും കൂടി എക്സ്പീരിയൻസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ കംപ്ലീറ്റ് ഡിസൈൻ ഒന്ന് പൊളിച്ച് മാറ്റിക്കൊണ്ടിരിക്കും. തീർച്ചയായിട്ടും. എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്. പക്ഷേ ഈ ഇന്റർവ്യൂ അവസാനിക്കുന്നതിന് മുമ്പായിട്ട് തീർച്ചയായിട്ടും ഞാൻ മനസ്സിലാക്കുന്നത്, ഷഹീനെ ഇന്റർവ്യൂ ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ടീമുമായിട്ടൊക്കെ ഒന്ന് സംസാരിച്ചിരുന്നു. അതെ, ഡിസിഷൻ മേക്കിങ്ങിന്റെ പവർ. ഒരു തീരുമാനം എടുത്താൽ അത് അങ്ങനെ തന്നെയാണ് എന്നുള്ളത് ആരിൽ നിന്ന് പഠിച്ചതാണ്. സ്വയം അതാണ് സഫാരി ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൽ ഷഹീനെ മാറ്റി നിർത്തുന്നതാണ്. ഡിസിഷൻ മേക്ക് ചെയ്തതാണ്. ഓക്കെ. സോ ഞാൻ കുറേ മൊഡാലിറ്റീസ് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് സ്കൂളിൽ എന്തെങ്കിലും പഠിച്ചതെന്ന് വെച്ചാൽ, സ്കൂളിൽ പഠിച്ചതിനായിട്ടും കൂടുതൽ എൻ്റെ സഫാരിയാണ് ഞങ്ങളുടെ യൂണിവേഴ്സിറ്റി എന്ന് പറയാം. അതിൻ്റെ പുറമെ ഞാൻ പഠിച്ച പല കോഴ്സുകളുണ്ട്. സോ ഐ എം എ കണ്ടിന്യൂസ് ലേണർ. ആ കണ്ടിന്യൂസ് ലേണിങ്ങിൽ ഡിസിഷൻ മേക്കിംഗ് പവറിന് ലീഡർഷിപ്പിൽ വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. അതിനുള്ള നല്ല നല്ല ടൂളുകളുണ്ട് മാർക്കറ്റിൽ. അപ്പോൾ അതിങ്ങനെ പോയി പഠിച്ചാൽ കിട്ടുന്ന സാധനമല്ല, കുറേ കാലത്തെ ഒരു എക്സ്പീരിയൻസ് കൂടിയാണ്. അതിൽ നിന്ന് ടീമിൽ നിന്ന് വരുന്ന ഡിസിഷൻസിനെ ഒബ്സർവ് ചെയ്ത് ആ ഡിസിഷൻ
ഡെയിലി ലൈക്ക് എന്താ പറയുക അത് ആക്ഷനിലേക്ക് കൊണ്ടുവരലാണ് ചെയ്യുന്നത്. എക്സ്പീരിയൻസ് അതിന് ഒരു ടീം വർക്കാണ്. ഒറ്റയ്ക്ക് എടുക്കുന്ന ഡിസിഷൻ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ യെസ് നമുക്ക് ഇതിൽ പോവാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ I am 20 എന്ന് പറയുന്നത് എന്തുകൊണ്ട് പോയില്ല, നമ്മൾ ചെയ്തില്ല എന്ന് ചോദിച്ചു ഞാൻ. അത് 1 week ബിഫോറാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ പറയുന്നു യെസ് ഇതിൽ എന്തായാലും പോയിരിക്കണം. അപ്പോൾ നമ്മൾ അടുത്ത ചോദ്യം എന്താണ്? ഓക്കെ സർ പോവാൻ റെഡി. അപ്പോൾ പറയുന്നു ഓക്കെ ഇനി ഒരു പേര് വേണം. അപ്പോൾ നമ്മൾ അപ്പം തന്നെ പേര് ഡിസൈൻ ചെയ്തു. അപ്പോൾ ടപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളെ മാർക്കറ്റിംഗ് ഹെഡ് പേര് പറയുന്നു. അത് നമ്മൾ പറഞ്ഞു ഓക്കെ ഇത് റെഡി. ഇനി അടുത്ത സ്റ്റെപ്പുകൾ ലോഗോ ഡിസൈനിങ് ഇതൊക്കെ ഭയങ്കര സ്പോണ്ടേനിയസ് ആയിരുന്നു. പിന്നെ ടീം ഒരു അറേ ഓഫ് പ്രൊമോഷൻസ് കൊണ്ടുവന്നു. നമ്മൾ ആ ടൈമിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നു അതൊക്കെ നമ്മൾ യൂട്ടിലൈസ് ചെയ്തു. ആൻഡ് ഇറ്റ് ബിക്കം എ ഹ്യൂജ് സക്സസ്. സോ ഡിസിഷൻ എൻ്റെ മാത്രമാണെന്ന് ചോദിച്ചാൽ ഒരു കളക്റ്റീവ് ഡിസിഷനാണ് അതിന്. പക്ഷെ ആ ഡിസിഷനിൽ നമ്മൾ ഉറച്ചു നിന്നിട്ട് അപ്പൊ ആ കളക്റ്റീവ് ഡിസിഷനിൽ ഒരു ഉറച്ച തീരുമാനമുണ്ട്. നമ്മൾ പോവും, നമ്മൾ ആ R&D പരീക്ഷിക്കും, ഫെയിലിയർ ആയാലും. അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞൊരു സ്റ്റോറി ഉണ്ടല്ലോ, നമ്മള് 2 ബോസ്മാര് അവര് നമ്മളെ സപ്പോർട്ട് ചെയ്യും. അവർ ഒരു കുഴപ്പമില്ല, പ്രശ്നമൊന്നുമില്ലല്ലോ, ചെയ്ത് നോക്കി പ്രോബ്ലം ആയാലും അവർ പറയും ഒന്നൊക്കെ പോയാലൊന്നും കുഴപ്പമില്ലല്ലോ, അല്ലെങ്കിൽ 1-2 പോയാലും കുഴപ്പമില്ലല്ലോ. ഇതാണ് നമ്മളെ എനർജി. അപ്പൊ ആ ഡിസിഷൻ മേക്ക് ചെയ്യാൻ ആ കോൺഫിഡൻസ് ഉണ്ടാവാൻ അത് വെച്ചിട്ടാണ്. ഒരുപാട് ഘടകങ്ങളുണ്ട്. തീർച്ചയായിട്ടും. എന്താണ് സഫാരിയുടെ ഖത്തറിലെ പുതിയ പ്രോജക്റ്റുകൾ എന്തെങ്കിലും അനൗൺസ് ചെയ്യാറായോ? പുതിയ ഔട്ട്ലെറ്റുകൾ എത്തുന്നുണ്ടോ? യെസ്, അത് സൂൺ ഒരു ഔട്ട്ലെറ്റ് എന്നുള്ള രീതിയിലേക്കാണ് പോകുന്നത്. അപ്പോൾ അത് അനൗൺസ് ചെയ്യും. നമ്മൾ അതിൻ്റെ ഒരു വർക്കിലാണ്. ഇന്നും നാളെ ആയിട്ട് ചിലപ്പോൾ ഒരു ഡിസിഷൻ വരാം. പക്ഷെ പബ്ലിക്കിന് അത് ഞങ്ങൾ ഇന്റേണലി അങ്ങനത്തെ ഒരു ഡിസിഷൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ബട്ട് അത് പബ്ലിക്കിന് പറയാനാവുമ്പോൾ അപ്പോൾ നീ എന്തായാലും ആദ്യം അറിയുമല്ലോ. എനിവേ ഒരുപാട് സന്തോഷം ഷഹീൻ. കുറേയധികം സമയം നമുക്ക് സംസാരിക്കാൻ സാധിച്ചു. എനിക്ക് തോന്നുന്നു ഇത് പറഞ്ഞാൽ തീരാത്തതാണ്, ഇനിയും സംസാരിക്കാനുണ്ട്. എനിക്ക് തോന്നുന്നു എപ്പിസോഡുകളായിട്ടും പോഡ്കാസ്റ്റുകളൊക്കെ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. എനിക്ക് ചെറിയ ചെറിയ ഈ സ്റ്റോറി ടെല്ലിംഗ് ഒക്കെ ഇഷ്ടമായി. ദക്ഷിണ ആഫ്രിക്കയിലെ ആനക്കഥയൊക്കെ ഒരുപാട് കണക്ട് ചെയ്യുന്ന കാര്യങ്ങളായിരുന്നു. അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം. ഇനിയും വിജയ വഴിയിൽ കയ്യൊപ്പ് ചാർത്താൻ സാധിക്കട്ടെ ഷഹീനും, ഷഹീൻ്റെ കുടുംബത്തിനും, ഷഹീൻ്റെ പാർട്ട്നേഴ്സിനും, ഫാദറിൻ്റെയും എല്ലാവരുടെയും പാർട്ട്നേഴ്സിനും, സഫാരി ഫാമിലിക്കും എല്ലാവിധ ആശംസകൾ. താങ്ക് യു. Thank you so much. Thank you.